ഹായ്. അപ്പോൾ ഞാനൊരു കോളർ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞാനത് പോയി കളക്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ അതിൻ്റെ റിവ്യൂ ഒക്കെ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. നട്ടുച്ചയ്ക്കാണ് ഗൈസ് നമ്മളെ കൊറിയർ വാങ്ങാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത്. പൊക്കോടേക്ക് ആയിട്ട് പോയി വരാം. ഈ ഒരു കാലത്തിലാണ് നമ്മൾ കൊറിയർ വാങ്ങാൻ പോകുന്നത്. നല്ല വെയിലുണ്ട്, പിന്നെ ആൾക്കാരുണ്ട്. അത് ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. അപ്പം നമ്മുടെ മൈക്ക് കിട്ടി, നമുക്കത് അൺബോക്സ് ചെയ്യാം. കൂപ്പൺ കാർഡ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. ഈ പേപ്പർ വായിക്കാൻ എനിക്ക് മടിയാണ് ഗൈസ്. നമുക്കിത് തുറക്കാം. ഇതാണ് ഉള്ളിലുള്ളത്. ഒരു ടാഗ് തുണിയുടെ, പിന്നെ നമ്മുടെ മൈക്ക്. ഇതാണ് നമ്മുടെ മൈക്ക്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന മൈക്ക് എന്നാണ്, പക്ഷെ ഇതിപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് സംസാരിക്കേണ്ട ടൈപ്പാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഇത് ഭയങ്കര അത്ര കോസ്റ്റ്ലി സാധനമല്ല, കുറച്ച് അധികം റേറ്റ് ഒന്നുമില്ല. ഒരു 300 or 350 അങ്ങനെ എന്തോ ഉണ്ടായത്. അപ്പോൾ എന്നാൽ ഞാൻ വില കൂടിയ സാധനം വാങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ അത്ര വിലയുള്ള മൈക്കൊന്നും വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല. നമ്മുടെ വീഡിയോ ഒക്കെ ക്ലിക്കായി വരട്ടെ. അപ്പോൾ നമുക്ക് എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇപ്പം നമുക്ക് ഇതൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒന്നാമത് വീട്ടിലിങ്ങനെ കുറേ പൈസ ചോദിക്കണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ അതാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇത് പക്ഷേ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ കരുതിയത് എനിക്കിവിടെ ഇങ്ങനെ, ഞാൻ കണ്ടതും ആ പിക്ചറിൽ അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു ക്ലിപ്പുള്ള ടൈപ്പ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കുത്തി ഇങ്ങനെ വെക്കാൻ, അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നാവോ, നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് ക്ലിപ്പില്ലാന്ന് തോന്നണമെന്ന്. ക്ലിപ്പ് ഇവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഇതേ, അപ്പോൾ ഇതിന് ക്ലിപ്പുണ്ട്. അപ്പോൾ ഇപ്പം എനിക്കൊരു സമാധാനമായി. ക്ലിപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ക്ലിപ്പും കൂടെ വന്നപ്പോൾ നമുക്ക് ക്ലിപ്പ് എങ്ങനെ വെക്കാൻ നോക്കാം. ഇതിൻ്റെ ഇവിടെ ഇങ്ങനൊരു റൗണ്ട് പാർട്ട് ഉണ്ട്. ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാനിവിടെ കുത്തി വയ്ക്കാം. അപ്പോൾ ഇത് കുത്തി വെക്കാൻ കൂടി പറ്റുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇതിന് ക്ലിപ്പില്ലാന്നായിരുന്നു. പക്ഷേ ക്ലിപ്പ് ഞാൻ കാണാൻ ഇതേപോലെയാണ്. ഞാൻ ഇതെടുത്തപ്പോൾ ഈ പെട്ടിയിൽ നിന്ന് ക്ലിപ്പ് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. ഞാനിതിപ്പോൾ കണ്ടു. പക്ഷേ ക്ലിപ്പും കൂടെ ഉള്ള സ്ഥിതിക്ക് ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഞാനിപ്പോൾ ഫാൻ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നോർമലി ഞാൻ ഇയർഫോണിൽ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഫാൻ ഓഫ് ചെയ്യാറാണ്. കാരണം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം ആ വീഡിയോ ക്വാളിറ്റിയെ അത് ബാധിക്കും. വീഡിയോയിലുള്ള ഓഡിയോ ക്വാളിറ്റിയെ അത് ബാധിക്കും. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ അടിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫാൻ ഓൺ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം വീഡിയോ ക്വാളിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനിത് കേട്ടോ കിട്ടില്ലല്ലോ. ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഒന്ന് കേട്ട് നോക്കട്ടെ. ഫാനിട്ട വീഡിയോ കേട്ടപ്പോൾ എനിക്ക് ചെറിയ സങ്കടമായി. കാരണം അതിലിങ്ങനെ ചെറിയതായിട്ട് ഫാനിൻ്റെ ഒച്ച കേൾക്കാനുണ്ട്. അപ്പോൾ വലിയ നോയ്സ് ക്യാൻസലേഷൻ ഇല്ലയെന്ന് മനസ്സിലായി. ഇതിലും വില കുറഞ്ഞതുണ്ട്, 100 200. പക്ഷെ അതിൻ്റെ ഒന്നും റിവ്യൂസ് അത്ര നന്നായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ റിവ്യൂസ് 4 റേറ്റിംഗ് ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 5. പിന്നെ നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ഇതുപോലത്തെ പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കാം. പക്ഷെ ഞാനായിട്ട് ലിങ്ക് ഇപ്പോൾ കൊടുക്കുന്നില്ല. എന്തായാലും ഞാനൊരു 10 or 15 days ഇതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. ഞാൻ എന്തായാലും ഇനി കമ്മിങ് വീഡിയോസിലൊക്കെ ഈ മൈക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും വീഡിയോസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കി നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ റിവ്യൂ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.